അപ്പം നമ്മൾ വീണ്ടും 2 ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിയിരിക്കുകയാണ് കേട്ടോ. 2 ഡ്രാഗൺ ഫ്രൂട്ട് ഇത്തവണ വാങ്ങിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രാഗൺ ഫ്രൂട്ട് ഞങ്ങളുടെ വീട്ടിൽ നല്ല രീതിയിൽ ചിലവാകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹനകൃഷ്ണ പറഞ്ഞ പോലെ നമ്മൾ നല്ല സൂക്ഷിച്ച് നല്ല വൃത്തിയായിട്ട് വെട്ടി അങ്ങനെയൊക്കെയാണ് എടുത്തത്. കാരണം തുള്ളി പോലും നഷ്ടപ്പെട്ടു പോകരുതല്ലോ എന്നുള്ളൊരു ആഗ്രഹത്തിൽ. അപ്പം സത്യം പറഞ്ഞാൽ ഇത് വെട്ടാനൊന്നും എനിക്കും അറിയില്ല കേട്ടോ. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ വെട്ടിയെടുത്തു. ഇങ്ങനെ എടുത്ത് കഴിക്കാനാണ് എനിക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടത്. നല്ല രീതിയിൽ അത് കിട്ടിയിട്ടുമുണ്ട്. എവിടെയൊക്കെ ചെറിയ പാച്ച് വർക്കുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എങ്കിലും ഞാനത് കടിച്ച് നോക്കിയപ്പോൾ ഉണ്ടല്ലോ നല്ല മധുരം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിക്കുമ്പോഴേക്കും ഇങ്ങനത്തെ കളറിലാണ് വാങ്ങിക്കുമ്പോഴാണ് കുറച്ചും കൂടെ മധുരമുള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത്. വൈറ്റിന് അത്രയും മധുരമുള്ളതായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഇത് വാങ്ങിക്കുമ്പോൾ കുറച്ച് നല്ല മധുരമൊക്കെ കിട്ടും. ഷേക്ക് അടിക്കുമ്പോഴും കാണാനും ഒരു രസമാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പൊളിച്ചെടുക്കുമ്പോഴേക്കും അതിൻ്റെ കളറൊക്കെ നമ്മുടെ കയ്യിലോട്ടൊക്കെ ആകുന്നുണ്ടായിരുന്നേ. അതിൻ്റെ ആ സീഡ്സ് ഇങ്ങനെ കടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ക്രഞ്ചിനെസ് ഉണ്ട്. അതൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അപ്പോൾ ഇതെന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. ഇത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ചുമ്മാ അരിഞ്ഞ് വെച്ച് കഴിക്കാൻ വേണ്ടി വാങ്ങിയതാണ്. കാരണം ആദ്യ പ്രാവശ്യം വാങ്ങിച്ചപ്പോൾ ഞങ്ങൾ ഷെയ്ക്കാണ് അടിച്ചത്. അപ്പോൾ ഇതിങ്ങനെ ചുമ്മാ കഴിക്കാമെന്ന് വിചാരിച്ചു. ഭാഗ്യത്തിന് നല്ല മധുരമുള്ളതാണ് കിട്ടിയതും. അങ്ങനെ ഞങ്ങളിങ്ങനെ അരിഞ്ഞ് പാത്രത്തിൽ വെച്ച് ഓരോരുത്തർ ആ സമയം കൊണ്ടൊക്കെ പെറുക്കിക്കൊണ്ട് പോകുന്നൊക്കെ ഉണ്ടായിരുന്നേ. എന്തായാലും ഡ്രാഗൺ ഫ്രൂട്ട് ഇഷ്ടമുള്ളവർ ഇഷ്ടമില്ലാത്തവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എനിക്കെന്തായാലും ഡ്രാഗൺ ഫ്രൂട്ട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇത് പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ബൈ.